അപ്പം എന്തേ എല്ലാ വർഷവും നമ്മൾ ഓണവും മാവേലിയും ഒക്കെ നമ്മളെ എത്തുന്ന ആൾക്ക് നമ്മുടെ കുട്ടനാട്ടുകാർക്ക് എല്ലാ വർഷവും എത്തുന്നൊരാണ് വെള്ളപ്പൊക്കം. മഴ പിന്നെ എല്ലായിടത്തും ഉണ്ടാകും. വെള്ളപ്പൊക്കം നമ്മുടെ കുട്ടനാട്ടിലാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഒരു വെള്ളപ്പൊക്കമൊന്നുമല്ല, രണ്ടും മൂന്നും വെള്ളപ്പൊക്കങ്ങളൊക്കെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ പതിവാണ്. അപ്പം ഞങ്ങൾക്കതൊരു ശീലമാണ് കേട്ടോ. അപ്പം ഞങ്ങളെപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ വെള്ളം പൊങ്ങാനായിട്ട്. വെള്ളത്തെ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ സാഹചര്യത്തിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളുടെ വീടിൻ്റെ ഇത് പാതകത്തിൻ്റെ ഭാഗമാണ്. അവിടെയൊക്കെ വെള്ളം പയ്യെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇന്ന് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ച് അതിനെല്ലാം അരിഞ്ഞു വെച്ച് ഇനിയും പാചകമൊക്കെ പെട്ടെന്ന് ചെയ്ത് വേണം, വെള്ളം അങ്ങനെ കയറി വന്നാലോ. അപ്പോൾ അതേ ഉപ്പുമാവൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ ചോറും കുക്കറിലെല്ലാം വേവിച്ച് വെച്ചു. ഇനിയിപ്പം നമുക്ക് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മീൻ വലയിട്ടിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതെടുക്കാനായിട്ട് പോകണം. അപ്പോൾ മഴയൊക്കെ ചാറുന്നുണ്ട്. ഇത് ചെറിയൊരു ഇടത്തോടാണ്. അവിടുന്ന് വെള്ളമൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇടത്തോടൊക്കെ മുങ്ങി കേട്ടോ. ഇത് നമ്മുടെ കടയാണ്. കടയുടെ സൈഡിലത്തെ വഴി, അതുവഴി വീട്ടിലോട്ട് കയറുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ചെടികളും കാര്യങ്ങളും ഒക്കെ പൊക്കി വെച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്കുകളും കാര്യങ്ങളും, വെള്ളത്തിൻ്റെ പരിപാടിയാണ് ചേട്ടന്. അപ്പോൾ അതെല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പം ദേ നമ്മൾ വീട്ടിൽ നിന്ന് കടയിലോട്ട് പോകാനായിട്ട് ഈ കല്ലിട്ടിട്ട് അതിൻ്റെ പുറത്ത് തടി വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇതുമൊക്കെ കുറച്ച് കഴിയുമ്പം പൊങ്ങിയൊക്കെ വരും. അപ്പം ദേ വാതിൽ വരെ ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ റോഡാണ്, പുളുങ്ങുന്ന് തട്ടാശ്ശേരി റോഡെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ റോഡും ഫുള്ള് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. അത് കണക്ക് വെള്ളം നിറഞ്ഞിടക്കുവാണ്. സൈഡിലൊക്കെ കണ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പാടശേഖരങ്ങൾ. അപ്പം ഞങ്ങളിതേ വലയൊക്കെ നോക്കണം, മീനൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ പണിയൊക്കെ ഒതുക്കിയിട്ട് വന്ന് നോക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് മീനൊക്കെ കിട്ടും. അപ്പം വലയൊക്കെ നമ്മൾ സൈഡിലത്തെ തൊട്ടപ്പുറത്തൊരു വീടിൻ്റെ അവിടെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വലയിൽ നിന്ന് വലയെല്ലാം കൂടെ എടുത്ത് വെച്ച് നോക്കി. അപ്പം എന്ത് നമുക്ക് സിലോപ്പിയ എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. 3 ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ 1 കിലോളം അടുത്തുണ്ടായിരുന്നു. പിന്നെ ചെമ്പല്ലി, ഇത് ഈ മീനിൻ്റെ പേരാണേ. ഈ 3 മീനോടെ കിട്ടി. പിന്നെ ഒരു ചെറിയ വളർത്തു മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് രാവിലെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ എടുത്തു വെച്ച് വലയിൽ നിന്ന് എല്ലാം മാറ്റി എടുത്തു. ഇനിയിപ്പം പിന്നെയും വല കൊണ്ട് നമ്മളൊന്നിട്ട് ഇട്ട് കേട്ടോ. വലയിട്ട് അത് വൈകുന്നേരം പിന്നെ ഒന്നുകൂടെ നമ്മൾ നോക്കും കേട്ടോ. അപ്പം മഴയൊക്കെ കൂടുതലായതുകൊണ്ട് അപ്പം മീൻ കയറാൻ സാധ്യതയുണ്ട് അപ്പം വേണേലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് ഒന്നുകൂടെ ഇട്ട് കേട്ടോ. വൈകിട്ട് ഇത് നമ്മൾ വലയിൽ നിന്ന് എടുക്കുവാണ്. അപ്പം ഇത് വേറൊരു സ്ഥലത്താണ്, ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറിയാണ് ഇട്ടത്. അപ്പം ഞങ്ങൾക്ക് വരാലാണ് കിട്ടിയത്. 3 വലിയ വരാലുണ്ടായിരുന്നു. പിന്നെ ചെമ്പല്ലിയാണ് കൂടുതലായിട്ടും നമ്മുടെ ഇവിടെയൊക്കെ കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ സിലോപ്പിയ വൈകിട്ട് കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് കറിക്കുള്ളതൊക്കെ മീനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെട്ടി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.